നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചാണ്. അതായത് നമ്മൾ പണ്ട് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് നമ്മളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി, എന്തെങ്കിലും ഒരു ഒപ്പിന് വേണ്ടി, എന്തെങ്കിലും ഒരു ഡിജിറ്റൽ കാര്യത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം ക്യൂ നിന്നതൊക്കെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒന്നെല്ലാം ഡിജിറ്റലൈസ്ഡ് ആക്കാനുള്ള ഒരുക്കത്തെയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2015 ജൂൺ 1 തുടങ്ങിയ പരിപാടിയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്നേക്ക് 11 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് നമുക്കറിയാം, ഇന്ന് നമ്മൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഈ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നതാണോ ഡിജിറ്റലൈസ് ഇന്ത്യ എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഇന്ന് ഏകദേശം എല്ലായിടത്തും ഡിജിറ്റലൈസ് ആവേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് മാത്രമല്ല ഡിജിറ്റൽ ഇന്ത്യ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളൊരു കൺട്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളുടെ നടപ്പും എല്ലാം ഒന്ന് എളുപ്പമാക്കുന്നതൊക്കെ തന്നെയാണ് ഈ ഡിജിറ്റലൈസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത മേഖല എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ആദ്യകാലം മുതലേ നോക്കി തുടങ്ങുന്ന ഒരു കാര്യമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയൊക്കെ ഇപ്പോൾ എത്രത്തോളം വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് കർഷകർക്ക് അവരുടെ ഇന്നത്തെ ക്ലൈമറ്റ് എത്രയാണെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര പരിപാടികൾ ഇപ്പോൾ നമുക്ക് ഒരു ഓഫീസറുമായി ബന്ധപ്പെടണമെങ്കിൽ, പിന്നെ അതുമായി നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു വിളയുടെ സംശയമുണ്ട്, അപ്പോൾ അത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയും ആ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ അത് ഇടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ചുരുക്ക സമയം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഉത്തരവും നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത്രത്തോളം എളുപ്പമായി കഴിഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാര്യങ്ങൾ. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കർഷകർക്ക് വേണമെങ്കിൽ ഇന്ന് ചെറിയ കാര്യത്തിനൊന്നും നമ്മുടെ ഡോക്ടറുടെ സഹായമില്ലാതെ തന്നെ കർഷകർക്ക് തന്നെ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഈ AI കൊണ്ട് വന്ന വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് കർഷകരുടെ ഫോൺ എടുത്ത് എന്തെങ്കിലും അസുഖം ബാധിച്ച വിളയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് എന്താണ് അസുഖമെന്നും അതിനെ എന്ത് വെച്ച് നമുക്ക് അതിനെ തിരുത്താൻ പറ്റുമെന്നും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ സെൻസസും അതൊക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് മണ്ണിൻ്റെ വിളവും ഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ ജലത്തിൻ്റെ അംശവും എല്ലാം നമുക്ക് ഡയറക്റ്റ് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കാലം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ കർഷകർ ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയി തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ എത്ര സമയമാണ് എടുത്തുകൊണ്ടിരുന്നത് എന്നൊക്കെ നമ്മൾ ഓർക്കുന്നൊരു കാര്യം തന്നെയല്ലേ. പിന്നെ വേറെ കുറേ ഫീൽഡിൽ ഇന്ന് നമ്മൾ ഡിജിറ്റലൈസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ആരോഗ്യ മേഖലയിലും ഒരുപാട് ഉയർച്ചയാണ് നമ്മൾ ഉയർന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, ഇന്ന് നമുക്കൊരു ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോണും കുറച്ച് ഇൻ്റർനെറ്റും മതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വലിയ ക്യൂവിലൊക്കെ പോയി നിന്ന് ആ സമയമാകുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇന്ന് നമുക്ക് ഫോണിൽ കൂടെ ഓൺലൈനിൽ കൂടെയൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് ചെന്നാൽ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഡോക്ടറെ കാണിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ പേഷ്യൻസിനും ഒത്തിരി കാര്യങ്ങൾ ഈ മേഖലയിൽ തന്നെ നമുക്ക് ഉപകാരം കൊള്ളുന്ന കാര്യം തന്നെയാണ്. പിന്നീട് അതുകൂടാതെ തന്നെ വേറെയും കുറേ ഫീൽഡിൽ ഇന്ന് നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഉയർച്ച നമ്മൾ ഉയർന്നത്. നമുക്കറിയാം, നമ്മൾ കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ കൂടുതലായും ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്.
അതായത് പെട്ടെന്ന് കൊറോണ ഉണ്ടായപ്പോൾ നമുക്ക് ക്ലാസ്സിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാനോ ടീച്ചറുടെ മുമ്പിലിരുന്ന് നമുക്ക് ക്ലാസ്സുകൾ കാണാനോ നമുക്ക് സാധിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒരു ഓൺലൈൻ യുഗത്തിലേക്ക് മാറിയിരുന്നല്ലോ അന്ന് തന്നെ. അതായത് നമുക്ക് യൂട്യൂബിലായാലും നമുക്ക് വേണ്ട ക്ലാസ്സുകൾ ഇഷ്ടമുള്ള ടൈമിൽ ഇഷ്ടമുള്ള ആളുകൾ വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതും വലിയൊരു മാറ്റം തന്നെയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമുക്ക് ഒരാളുടെ അടുത്ത് നിന്നും മാത്രമല്ലാതെ നമുക്ക് പല ആളുടെ അടുത്ത് നിന്നും എത്ര സംശയം വേണമെങ്കിലും നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഈ ഫീൽഡിൽ AI എന്ന് പറയുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ചെയ്തത്. നമുക്കറിയാം എന്ത് സംശയം വേണമെങ്കിലും നിഷ്പ്രയാസം നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വാക്കിൻ്റെ അർത്ഥം വേണമെങ്കിൽ അപ്പോൾ ആ വാക്ക് തപ്പി കണ്ടുപിടിച്ച് ബുക്കിൻ്റെ ഏത് പേജിലാണെങ്കിൽ തപ്പി കണ്ടുപിടിച്ച് എടുക്കുമ്പോഴേക്കും സമയം പോയിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ജസ്റ്റ് നമുക്ക് എന്താണ് സംശയം എന്നുള്ള ഭാഗം മാത്രം നമുക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഉത്തരം നമുക്ക് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഫീൽഡിലൊക്കെ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഉയർച്ച തന്നെയാണ് നമ്മൾ ഉയർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലും ഈ AI-യും അതുപോലെ തന്നെ ഈ ഡിജിറ്റലൈസ് ആക്കാനൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പിന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ സാധാരണക്കാർ ക്യൂ നിന്നും എത്രത്തോളം ഒരു പേപ്പറിനും ഒരു സർട്ടിഫിക്കറ്റിനും വേണ്ടി എത്രത്തോളം ക്യൂ നിന്നൊക്കെയാണ് സാധാരണക്കാർ ഒപ്പ് മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതൊക്കെ ചുരുക്കാൻ വേണ്ടി തന്നെ ഗവൺമെൻറ് തന്നെ ഓൺലൈനായി കുറേ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് നമ്മുടെ ഡാറ്റാസും നമ്മുടെ എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് വളരെ എളുപ്പം നമ്മുടെ ഗവൺമെൻറ് വളരെ എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളത് നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് കുറേ വളരാനുമുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.